ഹായ് നമസ്കാരം. ഇന്ന് പതിവ് വീഡിയോകളൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം ഈ ഓട്ടർമാൻ്റെ ശല്യം ഭയങ്കര. ആ സമയത്ത് ഓട്ടർമ വരാതിരിക്കാൻ സന്ധ്യ ആകുന്ന സമയത്ത് ഒരു 6:30 ആകുന്ന സമയത്ത് ഇങ്ങനെ തീയിട്ട് കൊടുക്കണം. എന്നാലും ഒരു പരിധി വരെ കുറക്കാം. ഒരു പരിധിയല്ല, ഫുള്ളായിട്ടും തന്നെ കുറക്കാം. വരുന്നതിന് മുമ്പായിട്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറപ്പാണ് സന്ധ്യക്ക് ഒരു കൂട്ടം അങ്ങനെ വരുവയ്യ. വരുന്ന ഒച്ച കേൾക്കാൻ പറ്റും, അത്രയും ഒച്ച ഒരുപാടുണ്ടാവും. അത് ഭയങ്കര ശല്യമാണ്. അഥവാ ലൈറ്റോ മറ്റോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ചുമരിനടൽ ഈ കടന്നക്കൂടെല്ലാം പൊതിഞ്ഞ പോലെ ചുമരിൻ്റെ വെള്ള നിറം കാണാനുണ്ടാവില്ല. അതിൻ്റെ ഒരു പരിഹാരം എന്നാണ് ഇത് വരുന്നതിന് മുമ്പായിട്ട് ഇടണം. സന്ധ്യ ഇത് തൊട്ടടുത്ത് എത്തിയിട്ടാകുമ്പോൾ ഈ പുകയിട്ട് കഴിഞ്ഞാൽ വരുന്ന ഓട്ടർമ എന്ത് ചെയ്യും, വാഴ എന്തെങ്കിലും വല്ല മരത്തിന് ഒട്ടിയിട്ട് പുക തീർന്ന ഉടനെ വീട്ടിലേക്ക് വരും. വരുന്നതിന് കുറച്ച് മുമ്പായിട്ട്, സന്ധ്യക്ക് മുമ്പായിട്ട് ലേശം ഞാൻ വൈകിപ്പോയി, വന്നിനൊന്നുമില്ല. അതിന് മുമ്പായിട്ട് ഇട്ട് കൊടുത്താൽ ഇങ്ങോട്ടേക്ക് താവില്ല, വേറെ വീട്ടിലേക്ക് കുറച്ച് ദൂരേക്ക് പോവും. ഇത് ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം ഉറപ്പാണ്. തുടർച്ചയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ പുകയിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഉതിർന്നിട്ട് ഭക്ഷണത്തിലും ലൈറ്റ് ഇടാനേ പറ്റൂല. ഈ പുകയിട്ടാലും ഞങ്ങളിനി ലൈറ്റ് ഇടാണ്ട് ഒരു 2 മണിക്കൂർ ഇരിക്കും. അതിന് ശേഷം മാത്രമേ ലൈറ്റ് ഇടാൻ പറ്റൂ. പുകയിട്ടാൽ ഇപ്പം ഓട്ടർമ വരാണ്ട് കുറേ സമയം നിൽക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഇരുട്ടത്തൊന്നും ചെയ്യാൻ പറ്റൂല, അത്രയും ശല്യം. ഇതിന് തീ കത്താനല്ല, വളരെ പുകയാണ് വേണ്ടത്. തീ കത്തിയിട്ട് കാര്യമില്ല, നന്നായിട്ട് പുകയണം. ഞാനിപ്പോൾ ഈർച്ചപ്പൊടിയും പൂതക്കുട്ടിയായിരുന്നു. പൂതക്കുട്ടിയിൽ ഇത് കത്തുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം കുടഞ്ഞ് കൊടുത്താൽ മതി. ഇനി ഉപ്പിളി വണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെയെല്ലാം ഓട്ടർമ എന്ന് പറയാം. ഈ സമയത്ത് ബസ്സിനെല്ലാം വരുമ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മളെ ഈ ചുറ്റുപാടിലെല്ലാം എത്തുമ്പം ഭയങ്കര ഒച്ചപ്പാടുണ്ടായി. ഓട്ടുമ്പോൾ ചെറിയ ജീവിയാണെങ്കിലും കൂട്ടത്തോടെ വരുമ്പം ഭയങ്കര ഒരു ശബ്ദം ഉണ്ടാകും, മൂളിച്ച. ഞാനിത് പുകച്ചിട്ടാണ് ഉള്ളത്. ഇത് പിന്നെ ആളി കത്തിയിട്ട് ഒരു കാര്യമില്ല, പുകയണോ. ഇത് ഞാൻ കത്തിക്കാൻ താമസിച്ചത് കൊണ്ടാണ്. ഈ ഓട്ടർമ എന്ന് പറയുന്നത് ഞങ്ങളെ കടിക്കൊന്നുമില്ല, പക്ഷെ തൊടുന്ന സമയത്ത് ഇത് പൊട്ടിയാൽ അതിൻ്റെ ആസിഡ് കൊണ്ട് അപ്പോൾ തന്നെ പൊക്കി തീപ്പൊള്ളിയ മാതിരി ഉണ്ടാവും. ചെറിയ കുട്ടികളെല്ലാം ഉണ്ടായാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അവർക്ക് ലൈറ്റ് ഇടാണ്ട് നിൽക്കാനും പറ്റൂല. പഠിക്കുന്ന കുട്ടിക്കെല്ലാം പഠിക്കാനും പറ്റൂല ഈ സമയം. ആദ്യം ഈ മാർച്ച് മാസം ആദ്യമെല്ലാം മഴ പെയ്തില്ലെങ്കിൽ പിന്നെ ഈ ഓട്ടർമേൻ്റെ ശല്യമായി. ഞാൻ അന്നേരമെല്ലാം ഇവർ പഠിക്കുന്ന സമയത്തെല്ലാം പകൽ പഠിക്കാൻ പറയല, എന്നിട്ട് രാത്രി ഇങ്ങനെ ഇരിക്കും. രാവിലേക്കെല്ലാം ഒതുങ്ങും. ഇപ്രാവശ്യം ഞാൻ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഇത് ഈ വീടിന് 3-4 ദിക്കിൽ ചുറ്റുമായിട്ട് ഇത് ഇടണം. എന്നിട്ട് ലൈറ്റെല്ലാം കുറേ ദൂരെ ഒന്ന് ഇട്ട് കൊടുത്താൽ വീട്ടിൽ ലൈറ്റേ ഇടാൻ പാടില്ല, എന്നാൽ വീട്ടിലേക്ക് വരില്ല. ഞാനിത് കുറേ സമയം പുക കിട്ടാനുണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത് കത്തുന്നത് കാണിക്കുന്നത്. പുകയാണ് വേണ്ടത്. പുകേനെ കൊണ്ട് ശല്യം. ഈ ആസ്മ രോഗിയായ ആൾക്കാർക്കാനും വിഷമാണെങ്കിലും കൂടി ഓട്ടർമേൻ്റെ ശല്യം അത്രയും ഭയങ്കരമാണല്ലോ. അതുകൊണ്ട് പുകയ്ക്കാണ്ടിരിക്കാനും പറ്റൂല. ഇന്നലെയെല്ലാം എനിക്ക് ഈ പുകയിട്ടുകൊണ്ട് ഉള്ളിൽ നിന്ന് ഒരു ശ്വാസം മുട്ടൽ തന്നെയായിരുന്നു. ഇതിപ്പോൾ രാവിലെ നോക്കുമ്പോൾ ചെറിയ തീ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഈർച്ചപ്പൊടിയെല്ലാം ഇട്ടിന്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണ്ടല്ലോ. ഇപ്പോൾ കാണിക്കുന്നത് കൊണ്ടാണ്. ഞാനിപ്പം വെള്ളം കുടഞ്ഞ് പുകക്കും, അല്ലാതെ രക്ഷയില്ല. പുക സഹിച്ചാലും ഓട്ടർമ അത്രയും ഭയങ്കരമാണ്. ഇത് വീട്ടിൻ്റെ മുറ്റം വിട്ടിട്ട് കുറച്ച് ദൂരെയായിട്ടാണ്, ഒരു 4 ദിക്കിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാൽ ഒരുപാട് രക്ഷയാണ്. ഈ സ്ഥലത്ത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വീടെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ സ്ഥലത്ത് ഈ ചുറ്റുപാടിലെല്ലാം ഓട്ടർമയുണ്ട്. ആരൊക്കെയോ ചാക്കിൽ കൊണ്ട് കെട്ടി കഴിച്ചിട്ടിട്ട് ഒരിങ്ങനെ നെല്ലും കൂനി ഇട്ട പോലെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ മണം എന്തോ അടിക്കും തോന്നുന്നു. ഇതിൻ്റെ സ്മെല്ല് കൊണ്ടെങ്ങാനാന്ന് തോന്നുന്നു. തുടർച്ചയായിട്ട് എല്ലാ കൊല്ലവും അവർക്കത് മനസ്സിലാകുമായിരിക്കും. അങ്ങനെയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഓട്ടർമേൻ്റെ ശല്യം. ഈ വർഷം വന്നില്ല. ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുക സഹിക്കാൻ പറ്റൂലെങ്കിലും അതിലും കഷ്ടമാണിത്. ഈ ഓട്ടർമ കാരണം ആൾ
കിണറിലെല്ലാം വീണ് മരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കിണർ കുഴിച്ചത് അറിയാണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ നിന്ന് വന്നേരം അടുത്ത വീട്ടിലേക്ക് വന്നു. അപ്പോൾ കിണർ കുഴിച്ചത് അറിയില്ല, അതിൻ്റെ ആൾമറ കെട്ടിയിട്ടുണ്ടായില്ല. ഈ ഓട്ടുമ്മ വരുന്ന സമയം എല്ലാവരും ഇത് ഓഫാക്കുമല്ലോ, അയാൾ നേരെ കിണറിലേക്ക് ചവിട്ടി അങ്ങനെ മരിച്ചു പോയിരുന്നു. വല്ലാതെ അപകടകാരിയാണ്. ഇങ്ങനെ ഓട്ടുമ്മയുള്ളവർ ഒരു 6 മണി കഴിയുന്ന സമയത്ത് പുകയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം 4 പാടും കൊണ്ടുവച്ചാൽ നല്ല രക്ഷയാണ്, നല്ല സുഖം എന്നാന്ന് പറയണ്ടേ. പിന്നെ ഇതിന് വന്നു കഴിഞ്ഞാൽ മണ്ണെണ്ണ അടിച്ചു കൊടുത്താൽ എല്ലാം ചത്തോളും. മണ്ണെണ്ണ അടിച്ചു കൊടുക്കും. ചിലവർ കൂറച്ചോക്ക് വരഞ്ഞു കൊടുക്കും. കൂറച്ചോക്ക് വരഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉതിർന്നുകൊണ്ടേ ഇരിക്കും. വരുന്നതിന് മുമ്പായിട്ട് ചുമരിന് കൂറച്ചോക്ക് വരഞ്ഞാൽ കട്ടിലക്ക് ഈ മരത്തിന് കൊള്ളാണ്ട് ചുമരിന് ഈ കൂറച്ചോക്ക് അരച്ച് കഴിഞ്ഞാൽ കളർ വ്യത്യാസം കാണില്ല. മരത്തിനെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അങ്ങനെയും വന്നു കഴിഞ്ഞാൽ ചെയ്യാം. മരുന്നെല്ലാം അടിച്ചിട്ട് ആൾതാമസമുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ മണ്ണെണ്ണ അടിച്ച് കൊടുക്കലുണ്ട്. ഞാനിപ്പം വെള്ളമൊഴിച്ചിന് പുകയ്ക്കും. എൻ്റെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിലും അവരെന്നാ ഇതിന് ചെയ്യൽ എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കണേ. തൽക്കാലം വീഡിയോ നിർത്തുന്നു.